السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. സുജൂദ് അല്ലാഹു സുബ്ഹാനഹു തആല ആയുമായി മനുഷ്യന് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ്. ഇവിടെ സുജൂദ് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക. രണ്ടാമത്തത്, ഇഷ്ടാനുസാരം അള്ളാഹുവിന് സുജൂദ് ചെയ്യുക. ഒന്നാമത്തെ അർത്ഥത്തിലുള്ള സുജൂദിൽ മനുഷ്യരടക്കമുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നു. രണ്ടാമത്തെ അർത്ഥത്തിലുള്ള സുജൂദ് കൂടി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മനുഷ്യരെന്നും ഒക്കെ സന്ദർഭം പോലെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അർത്ഥത്തിലുള്ള സുജൂദിനെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ മലക്കുകൾ ഒരിക്കലും അള്ളാഹുവിന് അഹംഭാവം കാണിക്കുകയില്ല. അവർ റബ്ബിനെ ഭയപ്പെടുന്നു. അവരോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അവർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആകാശഭൂമികളിലുള്ള എല്ലാവരും അള്ളാഹുവിന് ഒന്നുകിൽ നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ സ്വമേധയാ ഇഷ്ടപ്രകാരം അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നു. മലക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ അവർ തങ്ങളുടെ മേലെ അധികാരശക്തിയുള്ള തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നു. അവരോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അതൊക്കെ അവർ ചെയ്യുകയും ചെയ്യുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.